ഇന്ത്യയും റഷ്യയും സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം മൂലവും റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതുകൊണ്ടും ഇവർക്കുള്ളിലെ ഈ ഒരു ബന്ധം ഒരു ഘട്ടത്തിനു ശേഷം ഒരല്പം താരാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് ഒരുപാട് വിദഗ്ധരും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തിടെയായി ഇവയിലെല്ലാം ഒരു വലിയ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും അമേരിക്ക പറഞ്ഞിരുന്നു, ഇനി നിങ്ങൾ ഒരിക്കലും റഷ്യയുടെ പക്കൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാൻ പാടില്ല. അങ്ങനെ വാങ്ങിയാൽ ഇന്ത്യക്ക് ഒരുപാട് സാങ്ഷൻസ് ഏർപ്പെടുത്തുമെന്ന് അവർ നമ്മെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ പോലും പെട്ടെന്ന് അമേരിക്കയ്ക്ക് തന്നെ ഒരു തിരിച്ചടിയായ വാർത്തയാണ് പുറത്തു വന്നത്. അങ്ങനെ എന്ത് വാർത്തയാണ്? ഡയറക്റ്റ് റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിൽ എന്തെങ്കിലും ഡീൽസ് നടന്നു. ഒരു ജെറ്റ് ഡീൽ ഇപ്പോൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ HAL കമ്പനിയും റഷ്യയുടെ UAC യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഇവർ രണ്ടുപേരും ചേർന്ന് 200 പാസഞ്ചർ ജെറ്റ് മേക്ക് ചെയ്യുന്ന ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റായി മാറിയിട്ടുണ്ട്. കാരണം റഷ്യ ഇതിനകം തന്നെ സാമ്പത്തികമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ബൂസ്റ്റപ്പ് അത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഇൻക്രീസ് ആക്കാൻ സഹായിക്കും. കൂടാതെ അമേരിക്ക എത്ര തന്നെ സാങ്ഷൻസ് നൽകിയാലും ഇന്ത്യ അമേരിക്കയുടെ ഭാഗത്ത് ഒരിക്കലും പോകില്ല എന്നുള്ളതും ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഡീൽ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ്? ആദ്യം ഈ ഡീൽ എന്താണ്? ഇത് കാരണം ഇന്ത്യക്ക് വരാൻ പോകുന്ന നേട്ടം, റഷ്യയ്ക്ക് വരാൻ പോകുന്ന നേട്ടം എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം ഈ ഡീൽ പാസഞ്ചർ എയർക്രാഫ്റ്റ് ആണോ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റിന്റെ ജെറ്റ് എഞ്ചിൻ ആണോ എന്ന് നോക്കിയാൽ ഇപ്പോൾ നിലവിൽ എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ലോകത്തിലെ 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 5ാമത്തെ വലിയൊരു രാജ്യം. ഇന്ത്യ ഈ ലോക്കൽ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ, ആ ഫ്ലീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് പൂർണ്ണമായി മറ്റു രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെയും ഏതൊരു വിമാനവും നിർമ്മിച്ചിട്ടില്ല. ഇതിനു വേണ്ടി ചെയ്തത് ഇന്ത്യയുടെ HAL കമ്പനിയും റഷ്യയുടെ UACക്ക് കീഴിൽ വരുന്ന ഒരു കമ്പനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ഡീൽ സൈൻ ചെയ്യാനായി മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 200 ഫൈറ്റർ ജെറ്റ്സ്, അതിൻ്റെ എഞ്ചിൻ, ഔട്ടർ ബോഡി ഇവയെല്ലാം റഷ്യയിൽ നിന്ന് ടെക്നോളജി ട്രാൻസ്ഫറിലൂടെ ഇന്ത്യയിൽ വെച്ച് മാനുഫാക്ചർ ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ആദ്യം ഈ ഡീൽ എന്തിനാണ് ആവശ്യം? നമ്മുടെ ഇന്ത്യയുടെ പക്കലുള്ള കറണ്ട് ഫ്ലീറ്റിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഈ ഡീലിൻ്റെ ആവശ്യകത മനസ്സിലാവുകയുള്ളൂ. അത് റഷ്യയുമായി മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ലാഭം നൽകും? ഇന്ത്യയുടെ ലോക്കൽ എയർ ട്രാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പക്കൽ 800 മുതൽ 950 പാസഞ്ചർ വിമാനങ്ങളുണ്ട്. ഈ 800-950 പാസഞ്ചർ വിമാനങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഇതിലൊന്നും തന്നെ ഇന്ത്യയുടെ സർക്കാർ സ്വന്തമല്ല. അലയൻസ് എയർ എന്ന ഒരു ചെറിയ ഫ്ലീറ്റ് ഉണ്ട്. 21 വിമാനങ്ങൾ ആ ഒരു ഫ്ലീറ്റിലുണ്ട്. ഇത് മാത്രമാണ് സർക്കാരിൻ്റെത്. എയർ ഇന്ത്യ അവർ ഇതിനു മുൻപ് ടാറ്റ ഗ്രൂപ്പ് ആയിരിക്കുകയും പിന്നീട് അത് ഗവൺമെൻറ് വാങ്ങി പിന്നെയും അത് ടാറ്റ ഗ്രൂപ്പിന് നേരെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എയർ ട്രാഫിക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിമാന കമ്പനിയാണ് ഇൻഡിഗോ. ഇൻഡിഗോയ്ക്ക് ശേഷം എയർ ഇന്ത്യയാണ്. ഇവർ രണ്ടുപേരും മാത്രം ഇന്ത്യയുടെ ഈ മുഴുവൻ പാസഞ്ചർ ഫ്ലീറ്റിൽ 90% കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ആർക്ക് എത്ര ഷെയർ നോക്കിയാൽ ഇൻഡിഗോയ്ക്ക് 65% ഉണ്ട്. ഇനി എയർ ഇന്ത്യയുടെ പക്കൽ 25% ഉണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് ഏകദേശം ഒരു 90-91% മുഴുവൻ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാനം, ലോക്കൽ പോകുന്ന വിമാനങ്ങൾ, ഇങ്ങനെ മൊത്തത്തിൽ. ബാക്കിയുള്ള ഈ 10% ബാക്കിയുള്ള കമ്പനികൾ വരുന്നത്. സ്പൈസ് ജെറ്റ്, അലയൻസ് എയർ ഇവയെല്ലാം ഈ 10%ലാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ 2 പേർ ഇവരാണ് പ്രൈമറി പ്ലേസ്. എന്നാൽ നമ്മുടെ ഇന്ത്യക്ക് ഈ വിമാനയാത്ര സുഗമമാക്കണം, യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, ഡിലേ ഇല്ലാതെ ഓരോ ഭാഗങ്ങളിലേക്കും അവരെ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ വിമാനങ്ങൾ 1400-ലധികമാണ്. പക്ഷേ നമ്മുടെ പക്കൽ ഇപ്പോൾ നിലവിൽ 800 വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. 600 വിമാനങ്ങൾ ഷോർട്ടേജ് ആണ്. ഇതിന് പിന്നിലുള്ള ഒരു വലിയ പ്രശ്നം പ്രോപ്പറായ മെയിൻ്റനൻസ് ഇല്ല. പഴയ വിമാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായി ഒരു വലിയ കുറ്റാരോപണമുണ്ട്. ഒരുപാട് വിമാനങ്ങൾ, അതിപ്പോൾ എയർ ഇന്ത്യയുടേതായിക്കോട്ടെ ഇൻഡിഗോയുടേതായിക്കോട്ടെ, ഇവയെല്ലാം എക്സ്പയർ ആകേണ്ട ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ ഈ ഫ്ലീറ്റ് സൈസ് വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. 2024 ഡാറ്റ അനുസരിച്ച് നോക്കിയാൽ കൂടുതൽ യാത്രക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന നെറ്റ്വർക്കിൽ നമ്മുടെ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സ്ഥാനം 5 ആണ്. 213 മില്യൺ പാസഞ്ചേഴ്സിനെ നമ്മൾ 2024 മാത്രം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇത് 2023 കണക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 11% കൂടുതലാണ്. 2025 ഇത് വീണ്ടും അധികമായിട്ടുണ്ട്. എയർ ഇന്ത്യ അടുത്തിടെ ഒന്ന് ക്രാഷ് ആയെങ്കിൽ കൂടിയും ഈ പെർസെൻറ്റേജിൽ യാതൊരു മാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിമാന ഗതാഗതം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇത്ര ഫ്ലീറ്റ് ഉണ്ടെന്ന് മനസ്സിലായി.
ഈ ഫ്ലീറ്റിലുള്ള വിമാനങ്ങൾ ഏത് കമ്പനി നിർമ്മിച്ചതാണ്? കൂടുതലായും ഇവിടെ എയർബസ് ആണ്, അതിനുശേഷം ബോയിങ്. എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോയിങ് ഷെയർ കൂടുതലാണ്. ഇൻഡിഗോ മറ്റ് കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് എയർബസിന്റെ ഷെയർ കൂടുതലാണ്. അപ്പോൾ മൊത്ത പെർസെൻറ്റേജിൽ എയർബസ് മാത്രം 65% കൺട്രോൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഈ 20-25%ഓളം ബോയിങ് നിർമ്മിക്കുന്ന എയർക്രാഫ്റ്റ്സ് ആണ്. എന്നാൽ ഇവയൊന്നും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതല്ല. നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയും ഒരേയൊരു എയർക്രാഫ്റ്റ് മാത്രമാണ് അസംബിൾ ചെയ്തിട്ടുള്ളത്, മാനുഫാക്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ആവറോ HA778. 1960 മുതൽ 80 വരെയും നമ്മൾ ഇതിന്റെ യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. അതൊഴികെ നമ്മുടെ പക്കൽ മേജറായി ഏതൊരു വിമാന നിർമ്മാണവും ഇല്ല. പ്രൈവറ്റ് പ്ലേയേഴ്സ് വിമാനങ്ങൾ വാങ്ങിയാലും അത് പൂർണ്ണമായും പാശ്ചാത്യ രാജ്യങ്ങളിലാണ് നിർമ്മിക്കുന്നത്. അമേരിക്കയിലോ യൂറോപ്പിലോ നിർമ്മിച്ചു അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരും. ഇന്ത്യയിൽ വെച്ച് ഇതുവരെയും അസംബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ ഫ്ലീറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ട് ലഭിച്ചിട്ടുണ്ടാകും. അടുത്ത് HAL കുറിച്ച് നമുക്കിവിടെ അറിയാനൊന്നും തന്നെ ഇല്ല. കാരണം അവർ ഇന്ത്യയിൽ ഇതിനകം ഒരുപാട് വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. തേജസ് മുതൽ AMC പ്രോജക്റ്റ്, ഇങ്ങനെ അവർക്ക് ഈ വിമാനങ്ങളെ നിർമ്മിക്കുന്നതിൽ വലിയൊരു അനുഭവ സമ്പത്ത് തന്നെ ഉണ്ട്. അടുത്ത റഷ്യയുടെ കമ്പനിയെ കുറിച്ച് അറിയണം. റഷ്യയുടെ UAC, യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ. ഈ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന് കീഴിലാണ് സുഖോയ് കമ്പനി വരുന്നത്. അതായത് UACയുടെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ശാഖയാണ് ഈ സുഖോയ്. ഈ സുഖോയിലുള്ള ഒരു സബ് കമ്പനിയാണ് UAC എക്കലേവ്. ഈ കമ്പനിക്ക് പിന്നിൽ തന്നെ ഒരു വലിയ കഥയുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ സാങ്ഷൻസിലാണ്. അപ്പോൾ ഇന്ത്യ ഈ ജെറ്റ് ഡീൽ സൈൻ ചെയ്താൽ ഇന്ത്യക്കും സാങ്ഷൻസ് വരുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. ഇതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. ആദ്യം UAC എന്നത് 2014 ഒരു തവണ സാങ്ഷൻ വരുന്നു. ക്രീമിയെ റഷ്യ അനക്സ് ചെയ്തപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഇവിടെ ഒരു പാർഷ്യൽ സാങ്ഷൻസ് നൽകുന്നു. പക്ഷെ ഇത് കാരണം അവർക്ക് വലിയ നഷ്ടമൊന്നും വന്നില്ല. കാരണം ചില ക്രിട്ടിക്കൽ കോമ്പണൻസ് മാത്രമാണ് അവിടെ തടസ്സപ്പെട്ടത്. വീണ്ടും അവർ ബാൻ മാറ്റുന്നു. എന്നാൽ 2022 ഇതേ കമ്പനിക്കും സുഖോയ് കമ്പനിക്കും ചേർത്ത് സാങ്ഷൻസ് നൽകുന്നു. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം സുഖോയ് കമ്പനിക്കും ചേർത്ത് വലിയൊരു സാമ്പത്തിക ഉപരോധം നൽകി. ഈ സാമ്പത്തിക ഉപരോധം എങ്ങനെ ആക്ട് ആകും എന്ന് ചോദിച്ചാൽ, ഡുവൽ യൂസ്ഡ് ഗുഡ്സ് ഞങ്ങൾ നൽകുകയില്ല. റഷ്യയുടെ പാസഞ്ചർ ഫ്ലീറ്റിൽ കൂടുതലായും അവർ ഉപയോഗിക്കുന്നത് വെസ്റ്റേൺ കോമ്പണൻസ് ആണ്. അതും ഈ സുഖോയ് കമ്പനി നിർമ്മിക്കുന്ന SJ100, ഇത് സൂപ്പർ ജെറ്റ് എന്ന് പറയും. ഈ SJ100 ഉപയോഗിക്കുന്ന എൻജിൻസ് 2 രാജ്യത്തിന് നിർമ്മിതിയാണ്. ഒന്ന് ഫ്രാൻസിന്റെ സാഫ്രോൺ കമ്പനി, മറ്റൊന്ന് NPO സർട്ടൻ. ഇവ രണ്ടും ചേർന്ന് സംയോജിച്ച് SAM-146 എന്ന് പറയപ്പെടുന്ന ഒരു പവർ ജെറ്റ് നിർമ്മിച്ചു. അപ്പോൾ റഷ്യയുടെ ഒരു 30%ഓളം ക്രിട്ടിക്കൽ കോമ്പണൻസ് വെസ്റ്റേൺ പാർട്ട്നേഴ്സ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഈ സാങ്ഷൻസ് നൽകിയതിനു ശേഷം ഇതൊക്കെ പൂർണ്ണമായും അവസാനിക്കുന്നു. ഇവർ സ്റ്റോക്സിന് നൽകിയ ഓർഡർ പോലും 30%ഓളം ക്ലിയർ ചെയ്തിട്ടില്ല. അതായത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു 100 എൻജിൻസ് ഞാൻ ഇവരുടെ പക്കൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിന്റെ പേയ്മെന്റും പാർഷ്യലി നൽകി. എന്നാൽ ഈ യുദ്ധത്തെ ഒരു കാരണമാക്കി കാണിച്ച് 100 എൻജിന്റെ ഓർഡർ നൽകിയിട്ടുണ്ടല്ലോ, അത്രയും നൽകാനൊന്നും കഴിയില്ല, വെറും 30 എൻജിൻ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് എണ്ണം കുത്തനെ കുറച്ചു. അപ്പോൾ റഷ്യ 2014 മുതൽ 2022 വരെയും 200-ലധികം SJ സീരീസിലുള്ള വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അത്രയും വെസ്റ്റേൺ എൻജിൻസ് ആണ്. അപ്പോൾ പെട്ടെന്ന് എൻജിൻസ് വരുന്നത് അവസാനിക്കുമ്പോൾ റഷ്യ ഒരു തീരുമാനമെടുക്കുന്നു. ഇതിന്റെ ഏവിയോണിക്സ് മുതൽ ഒരു നട്ട് ബോൾട്ട് ഇവയ്ക്കൊന്നും നമ്മൾ ഇനി വെസ്റ്റേൺ കൺട്രീസിനെ ആശ്രയിക്കാൻ പാടില്ല, നമ്മൾ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കണം. അങ്ങനെ NPO സർട്ടൻ വീണ്ടും ഓൾട്ടർ ചെയ്ത് P8 എന്ന ഒരു ജെറ്റ് എഞ്ചിൻ ക്രിയേറ്റ് ചെയ്തു. ഇത് ആ എഞ്ചിനേക്കാളും കൂടുതൽ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ആ വിമാനത്തിന്റെ ജെറ്റ് എഞ്ചിനേക്കാളും ഇത് 3 മടങ്ങ് ലൈഫ് ടൈം ഇൻക്രീസ് ആകുന്നു. അപ്പോൾ ഈ പുതിയ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് SJ100 ന്യൂ ഇതിന് 100 ന്യൂ എന്ന് പറയും. ഈ സീരീസിലുള്ള ഒരു 3-5 വിമാനങ്ങൾ നിലവിൽ നിർമ്മിച്ച് റഷ്യക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ അവർക്ക് സക്സസും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സാങ്ഷൻസ് കാരണം ബാധിക്കപ്പെട്ടിട്ടുള്ള സുഖോയ് കമ്പനി ഇപ്പോൾ പൂർണ്ണമായും വെസ്റ്റേൺ എക്യുപ്മെന്റ്സ് ഇല്ലാതെ, വെസ്റ്റേൺ പാർട്ട്നേഴ്സിന്റെ ടൈപ്പ് ഒന്നും കൂടാതെ ഇങ്ങനെ ഒരു പാസഞ്ചർ ജെറ്റ് വിമാനം നിർമ്മിച്ചു. ഈ വശത്ത് ഇന്ത്യ എടുത്താൽ നമ്മൾ പൂർണ്ണമായും വെസ്റ്റേൺ കൺട്രീസിനെ ആശ്രയിക്കുന്നു. മറുവശത്ത് റഷ്യയെ നോക്കിയാൽ റഷ്യ സ്വയം പര്യാപ്തത നേടി. ഇപ്പോൾ ഇന്ത്യക്ക് തോന്നിയ ഒരു ചിന്ത, നമ്മുടെ പക്കൽ ഇതിന്റെ ടെക്നോളജി ഇല്ല, ഒരു പാസഞ്ചർ ജെറ്റ് നിർമ്മിച്ച് അത് അസംബിൾ ചെയ്യുന്ന ആ ഒരു പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ടെക്നോളജീസ് നമുക്കിപ്പോൾ ഇല്ല. ഇത് എയർബസിന്റെ പക്കൽ ചോദിച്ചു, അവർ നൽകിയില്ല. ബോയിങ്ങിനോടും ആഭ്യന്തരമായി ഞങ്ങൾ നിർമ്മിക്കാമെന്ന് ചോദിച്ചു, അവരും സമ്മതിച്ചില്ല. എന്തുകൊണ്ട് നമ്മൾ ഇവരോട് ചോദിക്കണം? റഷ്യയുണ്ടല്ലോ, റഷ്യയുമായി ഇതിന്റെ ഒരു ഡീൽ മേക്ക് ചെയ്യാം. അങ്ങനെ 2025 ഫെബ്രുവരി മാസം മുതൽ ഇതിന്റെ ചർച്ചകളെല്ലാം തുടങ്ങി. മെയ് മാസത്തിൽ ഇതിന്റെ ഒരു തീരുമാനം എടുക്കുന്നു. ഇപ്പോൾ അവസാനം ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്തിട്ടുണ്ട്.
ഇതുവഴി എന്താണ് വലിയ ബെനിഫിറ്റ് ലഭിക്കുക? നമുക്കിപ്പോൾ ലഭിക്കാത്ത വലിയ കാര്യമാണോ ലഭിച്ചതെന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായും ഇത് ഇന്ത്യക്ക് ഒരു വലിയ ബമ്പർ ഓഫർ തന്നെയാണ്. കാരണം ഇതിൽ 200 എയർക്രാഫ്റ്റ്സോളം ഡീൽ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് 600 എയർക്രാഫ്റ്റ്സിനാണ് ഡിമാൻഡ് ഉള്ളത്. കറണ്ടായി ഓപ്പറേറ്റ് ചെയ്യുന്നത് വെറും 800 എയർക്രാഫ്റ്റ്സ് ആണ്. അപ്പോൾ ബാക്കി 600-ൽ കൂടുതൽ എയർക്രാഫ്റ്റ്സ് നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഡീലിലൂടെ നമ്മളൊരു 200 വിമാനം വാങ്ങിയാൽ അതിൻ്റെ ടെക്നോളജി നമുക്ക് ലഭിക്കും. കാരണം ഇതൊരു മീഡിയം സൈസ് എയർക്രാഫ്റ്റ് ആണ്. 48-50 പാസഞ്ചേഴ്സ്, മാക്സിമം ഒരു 70-80 പാസഞ്ചേഴ്സിന് മാത്രമേ ഇതിൽ ക്യാരി ചെയ്യാൻ കഴിയുകയുള്ളൂ. നാരോ ബോഡി സ്ട്രക്ചറാണ്. ഇതിനെ നാരോ ബോഡിഡ് എയർക്രാഫ്റ്റ് ഫ്രെയിം എന്നും പറയും. ഇപ്പോൾ ഇത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എൻജിൻ ടെക്നോളജി നമുക്ക് ലഭിക്കും. ഇത് മാനുഫാക്ചർ ചെയ്യുന്നതിലൂടെ നമുക്കൊരു എക്സ്പീരിയൻസ് ലഭിക്കും. ഇവയെല്ലാം ലോ കോസ്റ്റിൽ തന്നെ ലഭിക്കും. ഇതിപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കമ്പനികൾ റഷ്യയുമായി ടൈഅപ്പ് നടത്തി, സർക്കാർ കമ്പനികളല്ലാതെ പ്രൈവറ്റ് പ്ലേയേഴ്സും ഇത് വാങ്ങുകയാണെങ്കിൽ അതുവഴി ഒരു വലിയ റവന്യൂ തന്നെ ജനറേറ്റ് ആകും. അപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ലൈനിലാണ് ഈ 2 രാജ്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. നമുക്കത് ക്രിട്ടിക്കലാണോ ഇല്ലയോ എന്നുള്ളത് മാറ്റിവെച്ചാൽ റഷ്യക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ് പല ബില്യൺ ഡോളേഴ്സ് ആണ്. മിനിമം 2 ബില്യൺ മുതൽ മാക്സിമം 7 ബില്യൺ 8 ബില്യൺ വരെയും പോകാം 200 വിമാനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ. അപ്പോൾ ഓൾറെഡി സാങ്ഷൻസ് ലഭിച്ചിട്ടുള്ള റഷ്യക്ക് ഒരു വലിയ ലൈഫ് ലൈൻ ആണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. അവർ നമുക്ക് ഒരുപാട് ഓഫർ നൽകിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ബിസിനസ് ചെയ്യാനായി നമ്മളാണ് ഇപ്പോൾ അവരെ 2 കൈയും പിടിച്ചെഴുന്നേൽപ്പിച്ചത്. ഇത്രയും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു സംശയം വന്നിട്ടുണ്ടാകണം. സുഖോയ് സാങ്ഷൻസ് നേരിടുന്നുണ്ട്. അപ്പോൾ സുഖോയ് കമ്പനിക്ക് കീഴിൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്കും സാങ്ഷൻസ് വരുമോ എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഒരു ജിയോ പൊളിറ്റിക്കൽ ഗെയിം നടക്കുന്നത്. ഈ ഇക്വലേവ് എന്നത് പുതുതായി സുഖോയിൽ നിന്നും വിഭജിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ശാഖ കമ്പനിയാണ്. ഇതിനും ഇതിനകം സാങ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ സാങ്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ അമേരിക്ക നൽകിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ നൽകിയിട്ടുള്ള സാമ്പത്തിക ഉപരോധവും അവരുടെ രാജ്യത്തെ മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ കമ്പനി സുഖോയി UACയുമായി എൻ്റെ രാജ്യത്തുള്ള ബിസിനസ്മാൻസ്, എൻ്റെ രാജ്യത്തുള്ള സിറ്റിസൺസ്, എൻ്റെ രാജ്യത്തുള്ള കമ്പനികൾ അവർ വ്യാപാരം ചെയ്യാൻ പാടില്ല. അങ്ങനെ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ഒരു സാമ്പത്തിക ഉപരോധം വരും, നിങ്ങളുടെ അസറ്റ്സിനെ ഫ്രീസ് ചെയ്യും. ഇതാണ് അവർ നൽകിയിട്ടുള്ള സാമ്പത്തിക ഉപരോധത്തിന്റെ ഒരു ആശയം. അപ്പോൾ പിന്നെ ഇത് ഇന്ത്യക്ക് വരില്ല എന്ന് ചോദിച്ചാൽ അവരുടെ പക്കൽ നിന്നും നമ്മൾ സ്പെയർ വാങ്ങുന്നത് ഈ സാമ്പത്തിക ഉപരോധത്തിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പക്കൽ നിന്നും വിമാനം ഇന്ത്യയെ കൊണ്ട് വാങ്ങാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സാങ്ഷൻ എങ്ങനെയാണ് ഇവിടെ പ്രോപ്പറായി ആക്ട് ആവുക എന്ന് ചോദിച്ചാൽ UN അംഗീകരിച്ച സാമ്പത്തിക ഉപരോധം ഒരു രാജ്യത്തിന് നൽകിയാൽ മാത്രമേ UN സഭയ്ക്ക് കീഴിൽ വരുന്ന എല്ലാ രാജ്യങ്ങൾക്കും അത് ഫോളോ ചെയ്യേണ്ടി വരികയുള്ളൂ. ക്രൂഡ് ഓയിലും അതുപോലെ തന്നെയാണ്. UN സഭ സാങ്ഷൻ നൽകിയിട്ടില്ല, പക്ഷെ അമേരിക്ക ഇൻഡയറക്റ്റായി പ്രഷർ ചെയ്യും. ഇപ്പോൾ നമ്മൾ റഷ്യയുമായി ഒരു ഡീൽ മേക്ക് ചെയ്തല്ലോ, ഇതിന് ഡയറക്റ്റ് അമേരിക്കയ്ക്ക് റിയാക്ട് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഇൻഡയറക്റ്റായി അവർ റിയാക്ട് ചെയ്യും. ഇതുപോലെ താരിഫ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള ഒരു ഗെയിം പ്ലേ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ബോയിങ്, എയർബസ് ഇവരൊക്കെ ട്രിഗർ ചെയ്യും. ഇതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ലോക്കൽ സപ്പോർട്ട് നൽകില്ല, ഫ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കില്ല എന്നൊക്കെ അവർ ഭാവിയിൽ നമുക്ക് നേരെ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രോജക്റ്റ് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ കൂടുതലായും ഈ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമേ വരികയില്ല. കാരണം മുഴുവൻ എയർ ട്രാഫിക്കിൽ ഈ ലോക്കൽ ഫ്ലീറ്റ്, മീഡിയം ജെറ്റ്സ് ഇവർ മാത്രം 78% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 22% മാത്രമാണ് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അതിൻ്റെ പ്രോജക്റ്റും ഇപ്പോൾ ലൈനിലാണ്. കാരണം ഉടനെ ഒന്നും ബോയിങ്ങോ എയർബോസ് ഇങ്ങനെ അറിയിപ്പൊന്നും പുറത്തുവിടാൻ പോകുന്നില്ല. നമ്മുടെ പക്കൽ നിന്നും ബില്യൺ കണക്കിന് അവർ സമ്പാദിക്കുന്നുണ്ടല്ലോ ഒരു വർഷത്തിൽ തന്നെ. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, എയർക്രാഫ്റ്റ് നമുക്ക് നൽകുക, ഇങ്ങനെ ഒരു വലിയ മാർക്കറ്റാണ് അവർക്ക് ഇന്ത്യ 4ാമത്തെ വലിയൊരു മാർക്കറ്റാണ്. ഈ എയർ ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യുന്നതിലാണ് നമ്മൾ 5ാം സ്ഥാനത്തുള്ളത്. എന്നാൽ ഫ്ലീറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ബിസിനസ് നൽകുന്ന കാര്യത്തിൽ നമ്മൾ 4ാം സ്ഥാനത്താണ്. ഇത്ര വലിയൊരു മാർക്കറ്റിനെ ആരും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. അപ്പോൾ ഇന്ത്യ എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം ജിയോ പൊളിറ്റിക്സ് വൈസ് ഒരു മികച്ച ഗെയിം പ്ലേ ആയി തന്നെ മാറിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. ഇന്ത്യയെ നോക്കി താരിഫ് വർദ്ധിപ്പിക്കും, റഷ്യയുടെ പക്കൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാൻ പാടില്ല എന്നൊക്കെ എന്തൊക്കെയാണ് അവിടെ ഗെയിം പ്ലേ ചെയ്യുന്നത്. ശരി, ഇങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രീതിയിൽ വാങ്ങാം. ഇതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. ഇവിടെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, ഇതൊരു ജസ്റ്റ് പാസഞ്ചർ ജെറ്റ് എഞ്ചിന്റെ അഗ്രിമെന്റ് മാത്രമല്ല. പാസഞ്ചർ ജെറ്റ് എഞ്ചിനുമായി ചേർത്ത് എയർക്രാഫ്റ്റിന്റെ എഞ്ചിനും വാങ്ങാൻ സാധിക്കും. പാസഞ്ചർ എയർക്രാഫ്റ്റ്സിന്റെ പാർട്സ് വാങ്ങുന്നു എന്ന പേരിൽ ജെറ്റ് എഞ്ചിൻ പാർട്സും വാങ്ങാൻ സാധിക്കും. റഷ്യക്ക് ഞാൻ കയറ്റുമതി ചെയ്യുന്നു എന്ന പേരിൽ ഇവിടെ നിന്നും എക്യുപ്മെന്റ്സ് റഷ്യക്ക് അയക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ 2 രാജ്യങ്ങളുടെയും ബിസിനസ് സക്സസ് ആണ്. ഇവയെല്ലാം ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ തന്നെ അമേരിക്കയ്ക്ക് വർഷങ്ങളെടുക്കും. അതുകൊണ്ട് മികച്ച തീരുമാനമാണ് 2 രാജ്യങ്ങളും എടുത്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.